രാജ്യം ഡിജിറ്റൽ എക്കണോമിയിലേക്ക് മാറിയിട്ട് ഏതാണ്ട് 10 വർഷമായി. തട്ടുകടകളിൽ മുതൽ ആഡംബര ഹോട്ടലുകളിൽ വരെ UPI പേയ്മെന്റ് ആയി കഴിഞ്ഞു. UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന ഡിജിറ്റൽ സംവിധാനം വഴിയാണ് ഇന്ത്യയിൽ ഇന്ന് പ്രതിമാസം 30 ലക്ഷം കോടി രൂപയുടെ വരെ പണമിടപാട് നടക്കുന്നത്. വഴിയോര കച്ചവടങ്ങൾ മുതൽ ഷോപ്പിംഗ് മാളുകൾ വരെ ഇന്ന് UPI QR കോഡ് സംവിധാനം ഉപയോഗിക്കാത്ത വിപണിയോ കച്ചവട സ്ഥാപനങ്ങളോ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. വിപണിയിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലെ വ്യക്തിഗത പണമിടപാടുകളിൽ വരെ ഇന്ത്യക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനമായി ഡിജിറ്റൽ പണമിടപാടും കൂടെ UPIയും വളർന്നു കഴിഞ്ഞു. എന്നാൽ എത്ര കണ്ട് സുരക്ഷിതമാണ് UPI വഴിയുള്ള നമ്മുടെ പണമിടപാട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ. മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ആപ്പുകളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് പണം മുടക്കിയാൽ, ഒരു സോഫ്റ്റ്വെയർ തകരാറുണ്ടായാൽ എന്ത് സംഭവിക്കും? ഒരു ചായക്കടയിൽ നിന്ന് UPI വഴി പണം നൽകുന്ന ഒരാളെ സങ്കല്പിക്കുക. സ്വാഭാവികമായും പണം നൽകാനായി അയാൾ ഉപയോഗിക്കുന്ന ആപ്പ് ഫോൺ പേയോ ഗൂഗിൾ പേയോ ആകും. നാഷണൽ പേയ്മെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ അനുസരിച്ച് അയാൾ ഇത് രണ്ടുമല്ലാത്ത ഒരു ആപ്പ് ഉപയോഗിക്കാനുള്ള സാധ്യത 5-1 മാത്രമാണ്. അതായത് UPI വഴി പണം അയക്കുന്ന 5-ൽ 4 പേരും ഉപയോഗിക്കുക ഫോൺ പേയോ ഗൂഗിൾ പേയോ ആയിരിക്കും. കേവലം 2 കമ്പനികൾ മാത്രം ഒരു രാജ്യത്തെ ഭൂരിഭാഗം പണമിടപാട് നിയന്ത്രിക്കുന്നതിൽ അപാകതയില്ലേ? നിങ്ങൾ വലിയൊരു കാടിനെ പറ്റി ആലോചിക്കുക. വളരെ പൊക്കമുള്ള മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു കാട്. വലിയ മരങ്ങൾ സൂര്യപ്രകാശം തടയുന്നത് കാരണം ഇവിടെ ചെറിയ ചെടികൾക്ക് അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവയാണ് ക്ലോസ്ഡ് കനോപ്പി കാടുകൾ. ഇതേ പ്രതിഭാസം ഇന്ന് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാട് രംഗത്തും നമുക്ക് കാണാനാകും. ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ പേയ്മെന്റ് വിപണിയായ UPIയുടെ 80% കൈയടക്കിയിരിക്കുന്നത് 2 കമ്പനികളാണ്. ഫോൺ പേയും ഗൂഗിൾ പേയും. 8% മാർക്കറ്റ് ഷെയർ പേടിഎമ്മിനുമുണ്ട്. ബാക്കിയുള്ള 100ഓളം കമ്പനികൾ ചേർന്ന് കൈകാര്യം ചെയ്യുന്നത് വെറും 12% വിപണി മാത്രമാണ്. ഒരു ദിവസം ഈ കമ്പനികളിൽ ഒന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. നേരത്തെ പറഞ്ഞതുപോലെ വഴിക്കച്ചവടം മുതൽ അത്യാഡംബര ഹോട്ടലുകൾ വരെയുള്ള എല്ലാ വിപണിയെയും നിശ്ചലമാക്കാൻ അത് മാത്രം മതി. സാങ്കേതിക തകരാർ വേണമെന്നില്ല. ഈ കമ്പനികളുടെ വാണിജ്യ നയം പോലും നമ്മുടെയൊക്കെ ഡിജിറ്റൽ പണമിടപാടിനെ ബാധിക്കാം. വിപണിയിൽ കമ്പനികളുടെ സ്വാധീനം കൂടുന്നതിന് ഇത്രയൊക്കെ പേടിക്കാനുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകാം. പേടിക്കാനുണ്ടെന്ന് തന്നെയാണ് വിവിധ പഠനങ്ങളും പറയുന്നത്. ഇന്റർനാഷണൽ ജേർണൽ ഫോർ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് പറയുന്നത് കുത്തകവൽക്കരണം ഉപഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ്. മാത്രമല്ല, ഈ അവസരം മുതലെടുത്ത് സേവനങ്ങളുടെ വില 20 മുതൽ 40% വരെ കുത്തകകൾ ഉയർത്തിയതായും അനുഭവമുണ്ട്. 2025-ൽ IMF പോലും ഇന്ത്യൻ ഡിജിറ്റൽ പണമിടപാടിലെ കുത്തക സമ്പ്രദായം ദോഷകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ വിപണിയിലെ സ്വാധീനം ഉപയോഗിച്ച് ചെറുകിട കമ്പനികളുടെ വളർച്ച മുരടിപ്പിക്കുന്നു. സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് അനധികൃതമായി പ്രൊമോഷൻ നൽകുന്നു. 2022 നവംബറിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിന്റെ മാതൃ കമ്പനിക്ക് 1338 കോടി രൂപ പിഴയിട്ടിരുന്നു. ഗൂഗിൾ പേക്ക് അനധികൃതമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതിനാണിത്. 80% UPI ഇടപാടും 2 കമ്പനികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല അപകടം. ഈ 2 കമ്പനികളും വിദേശ കമ്പനികളാണ് എന്നതുകൂടിയാണ്. ഫോൺ പേ വാൾമാർട്ടിന്റേതാണ്. ഗൂഗിൾ പേ ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിന്റെയും. രണ്ടിന്റെയും ആസ്ഥാനം അമേരിക്കയാണ്. നമ്മൾ വലിയ സ്വദേശിവൽക്കരണമൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജ്യത്തെ മർമ്മപ്രധാനമായ പണമിടപാട് മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് വിദേശ കമ്പനികളാണ്. ഇനി ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ ഈ കുത്തകവൽക്കരണം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നാഷണൽ പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്. UPI മേഖലയിലെ സന്തുലിതാവസ്ഥ പിടിച്ചു നിർത്താനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ റീറ്റെയിൽ പണമിടപാട് സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ചേർന്ന് 2008-ൽ സ്ഥാപിച്ചതാണ് NPCI. ഫോൺ പേയുടെയും ഗൂഗിൾ പേയുടെയും ആധിപത്യം അവസാനിപ്പിക്കാൻ 2020 നവംബറിൽ NPCI ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. മാർക്കറ്റ് ഷെയർ ക്യാപ് അഥവാ വിപണി വിഹിത പരിധി. ആകെ UPI ഇടപാടുകളുടെ 30%-ൽ കൂടുതൽ വിഹിതം ഒരു കമ്പനിയും കൈകാര്യം ചെയ്യരുതെന്നായിരുന്നു ഈ നിബന്ധന. 2022 ഡിസംബർ 31-നകം നടപ്പിലാക്കണമെന്നായിരുന്നു ശുപാർശ. എന്നാൽ ഇത് നടപ്പിലായില്ല. ഉപഭോക്താക്കളുടെ സ്വതന്ത്ര പണമിടപാടിനെ ബാധിക്കുമെന്നായിരുന്നു അന്ന് NPCI പറഞ്ഞത്. പകരം 2024 ഡിസംബറിൽ നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞില്ല. 2024-ലും സമയപരിധി നീട്ടുകയല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. പുതിയ തീയതി ഈ വർഷം ഡിസംബർ 31-നാണ്. അങ്ങനെ രാജ്യത്തെ ആകെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തെ താങ്ങി നിർത്തേണ്ട ഈ നിബന്ധന കഴിഞ്ഞ 6 കൊല്ലത്തോളമായി കടലാസിൽ മാത്രമാണ്. 30% വിപണി വിഹിതം നിശ്ചയിച്ചുകൊണ്ടുള്ള നിബന്ധന നടപ്പിലാക്കുന്നതിനുള്ള കാലാവധി നീട്ടിക്കൊണ്ടു പോകുന്നത് സ്വാഗതം ചെയ്യുകയാണ് ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനികളുടെ കൂട്ടായ്മയായ പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഈ സ്ഥാപനത്തിന്റെ UPI കമ്മിറ്റിയുടെ ചെയർമാൻ ഫോൺ പേ സഹസ്ഥാപകരാണ്.
കോ ചെയർമാൻ ഗൂഗിൾ പേയുടെ മെർച്ചന്റ് സർവീസ് ഡയറക്ടറും. UPI രംഗത്തെ ചെറുകിട കമ്പനികൾക്ക് ഈ സംഘടനയിലും വോയിസ് ഒന്നുമില്ല എന്നർത്ഥം. ഈ കഴിഞ്ഞ വർഷങ്ങളായി വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഫോൺ പേയുടെയും ഗൂഗിൾ പേയുടെയും ഒരുമിച്ചുള്ള മാർക്കറ്റ് ഷെയർ 7% കുറഞ്ഞിരുന്നു. മറ്റ് ചെറുകിട ആപ്പുകൾ ചെറിയ തോതിലുള്ള വളർച്ച കാണിക്കുന്നുമുണ്ട്. എന്നാൽ കുത്തകകളുടെ സ്വാധീനം കർശന നിബന്ധനകളിലൂടെ അല്ലാതെ കുറയ്ക്കാൻ സാധിക്കില്ല. കുത്തകകൾ നമ്മുടെ പണമിടപാടുകളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഈ ചെറിയ തിരുത്തലുകൾ മാത്രം മതിയാകുമോ? അതോ 2026 ഡിസംബറിലെ സമയപരിധിയിൽ NPCI തങ്ങളുടെ 30% വിപണി വിഹിത നിയമം കർശനമായി നടപ്പിലാക്കുമോ? ഡിസംബർ 31 ആവാൻ ഇനി 5 മാസം കൂടിയേ ഉള്ളൂ. ഇത്രയും വമ്പിച്ച ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുമോ? അതോ സമയപരിധി ഇനിയും നീട്ടുമോ? രണ്ടാമത് പറഞ്ഞത് സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ ഈ കുത്തകവൽക്കരണം അപകടകരമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പരിഹാരം എന്ത് എന്നതാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം.